ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള 10 തരം ബൈക്കുകളെ കുറിച്ചിട്ടാണ്. വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഇത്തരത്തിലുള്ള കുറച്ച്, അതായത് മോഡിഫൈഡ് ചെയ്തിട്ടുള്ളതാണെങ്കിലും നമ്മൾ കാണുമ്പോൾ ഒരു വാഹനപ്രേമി നോക്കി നിൽക്കുന്ന തരത്തിലുള്ള ബൈക്കുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അതിൽ ആദ്യത്തേതില്ല, അതിന്റെ നമുക്ക് 10ാമത്തേന്ന് പറയാം. 10ാമത്തെ ഒരു ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബൈക്കാണ്. 2016 ഭരത് സിംഗ് പർമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ 86.3 അടി നീളമുള്ള, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ബൈക്ക് എന്നുള്ള റെക്കോർഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 86.3 അടി നീളമുള്ള ഒരു ബൈക്ക് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ, അതായത് പ്രീവിയസ് റെക്കോർഡിനെക്കാട്ടിലും 4 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു ബൈക്കായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ബൈക്ക് നമ്മൾ കാണുമ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ സംഭവം ഡ്രൈവ് ചെയ്യാനൊന്നും അത്ര എളുപ്പമായിരിക്കില്ല. ഈ ഒരു സാധാരണ വണ്ടിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് അത്യാവശ്യം പണിയാണ്. അപ്പോൾ ഇത്രയും ദൂരം, അതായത് ഇത്രയും ലെങ്ത് ഉള്ള ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തികച്ചും ശ്രമകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറണം എന്നുണ്ടെങ്കിൽ പരസഹായം കൂടാതെ, അതായത് വേറൊരാളെ സഹായം കൂടാതെ 100 മീറ്റർ ഓടിക്കണം എന്നുണ്ടായിരുന്നു. 30 വയസ്സുകാരനായ ഇദ്ദേഹം വളരെ പുഷ്പം പോലെ ഈ ഒരു റെക്കോർഡ് ഇട്ടു എന്നുള്ളതാണ് ഒരു കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പ് ഒരു ഇത് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. എന്തോ ആളുകൾ ചിന്തിക്കാത്തൊരു കാര്യം, അല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ അധികം ചെയ്യാത്തൊരു കാര്യം വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്തോ അയ്യോ ഇതെന്താ സംഭവം എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് അതിന്റെ ഒരു മേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി 9ാമത് മോൺസ്റ്റർ മോട്ടോർ ബൈക്ക്, അതായത് ഒരു മോൺസ്റ്റർ ആണെന്ന് തന്നെ പറയാൻ പറ്റും. ഈ ബൈക്ക് ഉണ്ടാക്കിയത് ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ബോൾമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓസ്ട്രേലിയൻ ആക്ടറാണ്. ഈ ഒരു ബൈക്കിന്റെ ഒരു സൈസ് കണ്ടാൽ തന്നെ ഏതൊരു വണ്ടിയും മാറി നിൽക്കുന്ന തരത്തിലുള്ള അത്രയും വലുപ്പമുള്ള, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മോട്ടോർ ബൈക്കാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത്. 1998 ഇദ്ദേഹം ഇത് ഉണ്ടാക്കുമ്പോൾ ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബൈക്ക് കേട്ടോ. 30 ടണ്ണോളം ഇതിന്റെ ഭാരം ഉണ്ടായിരുന്നു. 30 ടൺ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വെയിറ്റ് ഒന്ന് ഊഹിച്ചു നോക്കുക. അതേപോലെ തന്നെ 9 മീറ്ററോളം ലെങ്ത്തും 3 മീറ്ററോളം ഹൈറ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ജൈനാറ്റിക് സൈസ്, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു സൈസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനെ പവർ ചെയ്തിരുന്നത് 400 ഹോഴ്സ് പവർ ഡെട്രോയിറ്റ് മെയ്ഡ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ കൂടിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പവറും കൂടെ നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നതാണ്. ഏതൊരു വണ്ടി അതിന്റെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അതിനെ തകർത്തടിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ ഈ ഒരു ബൈക്കിനുണ്ടായിരുന്നു. അതും പുള്ളിക്കാരന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹോബിയായിരുന്നു. ബാക്കിയുള്ള കാറിന്റെ മുകളിൽ കൂടെ മറ്റേ വണ്ടികളുടെ മുകളിൽ കൂടെ ഒക്കെ ഈ ബൈക്ക് ഓടിച്ചിട്ട് അത് ചതച്ച് കളയാന്നുള്ളത് ഒരു പ്രത്യേകതര ഹോബിയായിരുന്നു അദ്ദേഹത്തിന്റെ. 8ാമത് സ്റ്റീം പങ്ക് സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂട്ടറാണ്. ആദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, നെതർലാൻഡ്സിലുള്ള ഒരാളാണ് ഈ ഒരു സ്കൂട്ടർ ഉണ്ടാക്കിയത്. ഈ ഒരു സംഭവം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു സബ്മറീനൊക്കെ പോലെ തോന്നാം. ആളൊരു മ്യൂസിക് enthusiast ആണ്. അപ്പോൾ ആൾ മ്യൂസിക് കരിയറുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. എന്നാലോചിക്കുക, സബ്മറൈൻ പോലത്തെ ഒരു സംഭവം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക ടൈപ്പ് കാണാൻ നല്ല രസമൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള മെജോറിറ്റി മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലുള്ളതാണെന്നുള്ളതാണ്. ലൈക്ക് വളരെ കുറച്ച് സംഭവങ്ങൾ വർക്ക് ചെയ്യാത്തതുണ്ട് എന്നുണ്ടെങ്കിലും മെജോറിറ്റി ആയിട്ടുള്ള സംഭവങ്ങളും വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. എന്താ ചെയ്യുക, ഓരോരുത്തരുടെ ഓരോ ക്രിയേറ്റിവിറ്റിയുടെ ഒരു ലെവലല്ലേ. ഇതിന് നമുക്കൊരു ഹൈബ്രിഡ് എന്ന് പറയാം. അതായത് ഒരു സ്കൂട്ടറും അതേപോലെ തന്നെ ഒരു സബ്മറീനും തമ്മിലുള്ള ഒരു ഹൈബ്രിഡ് വിത്ത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലേ. എന്തായാലും ഒരു മ്യൂസിക് പ്രേമിയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇഷ്ടപ്പെടാതിരിക്കില്ല. അടുത്തത് തോമസ് സാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജർമ്മൻ ഫിസിസ്റ്റ് ഡിസൈൻ ചെയ്ത സ്കൈ റൈഡർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്കാണ്. ഇതൊരു ഇലക്ട്രിക് ബൈക്കിന്റെ ഫസ്റ്റ് ടൈപ്പ് പ്രോട്ടോടൈപ്പ് ആണ്. ഈ ഒരു ബൈക്കിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ സ്കൈ റൈഡർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് സാധാരണ ഒരു ബൈക്കല്ല. തറയിലൂടെ മാത്രമല്ല ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശത്ത് കൂടെയും പറക്കുന്ന ടൈപ്പുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇദ്ദേഹം ഡിസൈൻ ചെയ്തത്. ഈ ഒരു ബൈക്കിന് 2 മോട്ടർ ഉണ്ട്. ഒരെണ്ണം 8 ഹോഴ്സ് പവറും മറ്റേത് 17 ഹോഴ്സ് പവറുള്ള മോട്ടോഴ്സ് ആണുള്ളത്. അതേപോലെ തന്നെ 2 ലിഥിയം അയൺ ബാറ്ററീസ് കൂടെ ഈ ഒരു ബൈക്കിനുണ്ട്. ഇത് ഫുൾ ചാർജിൽ 30 കിലോമീറ്ററോളം പറക്കാന്ന് പറയുന്നുണ്ട്. സാധാരണ റോഡിൽ 70 മൈൽസ് പെർ അവർ, അതായത് 112 കിലോമീറ്റർ പെർ അവർ ടോപ്പ് സ്പീഡും കിട്ടും. മറ്റേതാണെന്നുണ്ടെങ്കിൽ 52 കിലോമീറ്റർ പെർ അവർ, ഏകദേശം ഒരു 35 മൈൽസ് പെർ അവർ എന്ന് പറയുന്ന ഒരു അത്രയും സ്പീഡും കിട്ടും അത് പറക്കുന്ന ആ ഒരു ടൈമിൽ. ഈ ഒരു വണ്ടി ടേക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അത്യാവശ്യം നല്ലൊരു വെതർ, അതേപോലെ തന്നെ കാറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു പ്ലെയിൻ ആയിട്ടുള്ള സർഫേസിൽ നിന്നും വളരെ ഈസി ആയിട്ട് ഈ ഒരു വണ്ടിക്ക് പറന്നു പോകാൻ സാധിക്കും. ഇതിന്റെ ഒരു വെയിറ്റ് പറയുന്നത് 220 പൗണ്ടാണ്. ഏകദേശം ഒരു 100 കിലോഗ്രാമോളം വരും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇത് പറക്കുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ഒരു സീറ്റ് ബെൽറ്റും അതേപോലെ തന്നെ ഒരു പാരച്യൂട്ടും ഇതിനുണ്ട് എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ്. 6ാമത്തത് വാർഹോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പ് ബൈക്കാണ്. കെവിൻ സ്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ എന്തൂസിസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ മെൻ ഇൻ ബ്ലാക്ക് അതേപോലുള്ള ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. മോണോ വീലായിട്ടുള്ള ഒരു വീല്, അതിൻ്റെ ഉള്ളിൽ ആളിരുന്നിട്ട് പൂത് പറഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ബൈക്ക്. ഈ ഒരു ബൈക്ക് തന്നെയാണ് റിയൽ ലൈഫിൽ ഇദ്ദേഹം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്.
2016 ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറുകയും ചെയ്തു. അതേപോലെ തന്നെ ഇതിന്റെ ഒരു വലിപ്പം നോക്കാന്നുണ്ടെങ്കിൽ 60 ഇഞ്ച് ഡയമീറ്റർ ഉള്ള ഒരു റിംഗ് ആണ് ഇതിന്റെ ഒരു റിംഗ്. അതിന്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 100 km/h അടുത്താണ്. ലൈക്ക് ഈ ഒരു സംഭവത്തിന് പിന്നെ പ്രത്യേകത പറയാന്നുണ്ടെങ്കിൽ വേറൊരു അടിപൊളി പ്രത്യേകതയാണ്, ബ്രേക്ക് ഇല്ല. അത് എന്താ പറയാ, ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടിയാണ് ഇത്. നമ്മൾ നിർത്തണത്തില്ലെങ്കിൽ ഇത്തിരി കോമൺ സെൻസും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ പഴയ ബ്രേക്ക് ഇല്ലാത്ത സൈക്കിൾ ചവിട്ടിയിട്ടുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. വേറൊന്നുമല്ല, കാലൊക്കെ ചവിട്ടി തിരിഞ്ഞൊക്കെ നിർത്തേണ്ടി വരും എന്നുള്ളത് വളരെ എന്താ പറയാ എന്തോ ഒരു കൗതുകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും വലിയ നല്ല അടിപൊളി മോട്ടോർ ബൈക്ക് ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ബ്രേക്ക് വെച്ചില്ല എന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആയതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം. എന്നിരുന്നാലും ഈ ഒരു സാധനത്തിന് ബ്രേക്ക് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് 200cc എഞ്ചിനാണ്. അതേപോലെ തന്നെ ഈ ഒരു ബൈക്ക് ഓടിക്കാൻ സാധാരണ വണ്ടി ഓടിക്കുന്ന അത്ര എളുപ്പമല്ല. ഒരു വീലുള്ളൂ, അപ്പൊ ഇത് ബാലൻസ് ചെയ്യാൻ അത്രയും എളുപ്പമില്ലാത്തൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ലൈക്ക് അത്യാവശ്യം കഷ്ടപ്പാടാണ് ഈ ഒരു വണ്ടി ഓടിക്കാൻ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ട് സീനായിരിക്കും. അഞ്ചാമത്തെ ബൈക്ക് ബ്രണ്ട് ഹാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഡിസൈൻ ചെയ്ത നൈറ്റ് ഷാഡോ മെയ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്കാണ്. മാർഷൽ കോൺസെപ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഇതേപോലുള്ള കോൺസെപ്റ്റുകളൊക്കെ റിയൽ ലൈഫിൽ എത്തിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കമ്പനിയാണ്. അവരാണ് ഈ ഒരു കോൺസെപ്റ്റ് യാഥാർത്ഥ്യമാക്കിയെന്ന് പറയാൻ പറ്റും. 1.2 ലിറ്റർ V2 എഞ്ചിനാണ് ഈ ഒരു സംഭവത്തിന് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ജാഗുർ ഉണ്ടല്ലോ, നമ്മളുടെ കാർ കമ്പനി ജാഗുർ, അതിന്റെ ഒരു ചിഹ്നം പോലെ തന്നെ അല്ലാതെ അതിന്റെ ഒരു ലോഗോ പോലെ തന്നെയാണ് ഈ ഒരു ബൈക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബൈക്കാണിത്. അതായത് ഒരു ജാഗുർ പോകുന്ന ഒരു ഫീലാണ് ഈ ഒരു വണ്ടി പോകുന്നത് കണ്ടാൽ തന്നെ ഉള്ളത്. ഈ വേൾഡിൽ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. ഈ ഒരു കമ്പനി ഇദ്ദേഹത്തിന് വേണ്ടി ഒരെണ്ണം മാത്രമേ ഈ ഒരു ബൈക്ക് നിർമ്മിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെ ടോപ്പ് സ്പീഡ് പറയാന്നുണ്ടെങ്കിൽ 120 miles/h വരെ പോകുന്നു പറയുന്നത്. അതായത് നല്ലൊരു സ്പീഡുള്ള ഒരു വണ്ടിയാണ്. 193 km/h എന്നൊക്കെ പറയാം ഏകദേശം അതിന്റെ ഒരു സ്പീഡ് നമ്മൾ km/h കാൽക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ. അത്രയും ടോപ്പ് സ്പീഡ് പോകുന്ന വളരെ സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ജാഗുറിനെ പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ഈ വണ്ടി. നാലാമത് ട്രക്ക് ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്കാണ്. ഇതൊരു ബൈക്കാണോ ട്രക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്കൊരു ട്രക്ക് വാങ്ങാൻ വളരെയധികം ആഗ്രഹമുണ്ട്, അതേപോലെ തന്നെ എന്താ പറയാ ബൈക്ക് ഓടിക്കാൻ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ട്രക്കും വേണം ബൈക്കും വേണം, എന്നാലും ഒരു വണ്ടിയും പാടുള്ളൂ എന്നൊരു സിറ്റുവേഷനിൽ എത്തിയപ്പോഴാണ് ഇതിന്റെ ഒരു മുതലാളി ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിയത്. വേറെ ഒന്നുമല്ല, ഒരു ട്രക്ക് പോലെ ഇരിക്കുന്ന ഒരു ബൈക്ക് അങ്ങോട്ട് ഉണ്ടാക്കി. അതാവുമ്പോൾ പിന്നെ സംഭവം സിമ്പിൾ ആയല്ലോ. ബൈക്കിന് ബൈക്കുമായി ട്രക്കിന് ട്രക്കുമായി. ഇതേപോലെ തന്നെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സീറ്റ്സ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം വലിയ ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ബൈക്കിൽ 1-2 ആൾക്ക് ഇരിക്കുന്നതിൽ കൂടുതൽ ആളുകൾക്ക് ഈ ഒരു ബൈക്കിൽ ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് എന്താ പറയാ ഒരു പ്രത്യേക ടൈപ്പ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റും. ആളുകൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങളാണല്ലോ തോന്നുന്നത്. ഇതും അതിൻ്റെ ഉള്ളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് പറയാം. അടുത്തത് കിങ്സ് സ്കൾ മോട്ടോർസൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർസൈക്കിളാണ്. FLH-TCY എന്ന് പറഞ്ഞിട്ടുള്ള ഹാൽ ഡേവിഡ്സന്റെ ഒരു മോഡൽ മോട്ടോർസൈക്കിൾ ഡിസൈൻ ചെയ്ത്, അതായത് കസ്റ്റം ചെയ്തിട്ടാണ് ഈ ഒരു തരത്തില് ഒരു മോട്ടോർ ബൈക്ക് ഉണ്ടാക്കിയേക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബൈക്ക് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് അനാട്ടമി പഠിക്കാന്നാണ് പറയുന്നത്. അതായത് അത്തരത്തിലുള്ള ഒരാളുടെ സ്കെൽറ്റം പോലെയൊക്കെയാണ് ഈ ഒരു ബൈക്ക് നല്ല രീതിക്ക് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്ലാസിക് ഹാലി ഡേവിഡ്സന്റെ ബാക്കിലുള്ള ഒരു മോൺസ്റ്റർ ഐ എന്നൊക്കെ പറയാം, ആ ഒരു 2 ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് ഒരു ഫീൽ വരുന്നൊരു ഇതാണ് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു വണ്ടി പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗോസ്റ്റ് റൈഡറിലത്തെ ആ ഒരു വണ്ടി പോലെ ഫീൽ ചെയ്യും എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ. എന്നിരുന്നാലും കാണാൻ നല്ല കൂളായിട്ടുള്ള അനാട്ടമി പഠിക്കേണ്ടവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു പ്രത്യേക ടൈപ്പ് ഒരു ബൈക്ക് തന്നെയാണ് ഈ ഒരു വണ്ടി. രണ്ടാമത്തെ ഡ്രാഗൺ ഫയർ ബൈക്കാണ്. അത് വേറെ ഒന്നല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു ഡ്രാഗൺ, തീതുപ്പുന്ന ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കഥകളിലും അതേപോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ നമ്മൾ കണ്ടുവന്ന ഒരു സാധനമാണ്. ഒരു ബൈക്കിന്റെ മുകളിൽ റൈഡറിന്റെ തലയുടെ മുകളിൽ ഒരു ഡ്രാഗൺ ഇരിക്കുക, ഇതിന്റെ പ്രസ് ഓഫ് എ ബട്ടൺ എന്ന് പറയുന്ന പോലെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഡ്രാഗൺ തീതുപ്പുക, അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഇദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഒരു പ്രത്യേക ടൈപ്പ് ഒരു ബൈക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. ഓരോരുത്തരും ഒരു ക്രേസി ആയിട്ടുള്ള ഒരു ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ സമയമാണല്ലോ ഇത്. അപ്പോൾ ഈ ഒരു ബൈക്കിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇതിന്റെ ഹാൻഡിലും 2 മെഷീൻ ഗൺ കൂടി ഉണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യനല്ലേ, 2 മെഷീൻ ഗൺ അതേപോലെ തന്നെ തീതുപ്പുന്ന ഡ്രാഗൺ, ഇതൊക്കെ വെച്ച് ഇങ്ങനത്തെ ഒരു ബൈക്ക്, ഇത്തരത്തിലുള്ള ഒരു ബൈക്കുള്ള ഒരാളുടെ അടുത്ത് ആരും വളരെ എന്താ പറയാ അലമ്പുണ്ടാകാനായിട്ടൊന്നും അങ്ങോട്ട് ചെല്ലില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താണ്, ഹാൻഡിൽ ബാറിന്റെ മുകളിൽ 2 മെഷീൻ ഗൺ ഇരിക്കാം, പിന്നെ മുകളിലാണ് എന്താ പറയാ തീതുപ്പുന്ന ഒരു ഡ്രാഗണും. എന്തായാലും സമ്മതിക്കണം, ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് ഒക്കെ എവിടെ നിന്ന് വരുന്നാവോ എന്തോ. അടുത്തത് റൂൺ ഗ്രോ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടാക്കിയ, അതായത് ബാങ്കോക്കിലുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഏലിയൻ ബൈക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു ബൈക്കിന് ഒരുപാട് പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ബൈക്ക് നമ്മൾ സൂം ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ പഴയ പൊളിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് കാറുകളുടെയും ബൈക്കുകളുടെയും ഒക്കെ പാർട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഈ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇദ്ദേഹം സ്ക്രാപ്പിൽ നിന്ന്, അതായത് മെറ്റൽ സ്ക്രാപ്പിൽ നിന്ന് ഇതേപോലുള്ള സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അതാണ്. അപ്പോൾ ഈ ഒരു മൈൻഡും അതേപോലെ തന്നെ എന്താ പറയാ ആ ഒരു ബൈക്കിനോടുള്ള ഒരു പ്രേമവും കൂടി ചേർന്ന് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത്. ഇതിനോടകം തന്നെ ഇത് ലോക ശ്രദ്ധ നേടി എന്നുള്ളതാണ് ഒരു കാര്യം.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏലിയൻ പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കണം ഇതിന് ഏലിയൻ ബൈക്ക് എന്ന് പേര് ഇട്ടത് കേട്ടോ. ഇത് റൈഡബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. കാണുമ്പോൾ നമ്മളിങ്ങനെ ഓടിക്കാൻ പറ്റാത്തത് പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടി നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഒരു കാര്യം. ഇതെന്തായാലും ഒരു എന്താ പറയുക, ഒരുപാട് ഹാർഡ് വർക്ക്, ഈ ഇത്രയും പറഞ്ഞ വണ്ടികളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ഉള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് സ്ക്രാപ്പ് മെറ്റൽസ് യൂസ് ചെയ്തിട്ട് ഇത്രയും നല്ല രീതിക്ക് ഒരു വണ്ടി ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു ഹിം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അതായത് 10 ടൈപ്പ് വണ്ടികൾ, അതായത് ബൈക്ക് നമുക്ക് പറയാം, അതും ലോകത്തിൽ തന്നെ വളരെ റയർ ആയിട്ടില്ല, അതിൽ 1-2 മാത്രമുള്ള ടൈപ്പ് വണ്ടികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈക്ക് പ്രേമികളായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നൈസായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. പിന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ഐഡി RZEN ആണ്. അപ്പോൾ സ്റ്റേ പീസ്ഫുൾ.